welcome to Nasco Simmons Puthankutti Kuppayam powered by Aadhar Gold and Diamonds presented by Kiwi Ice Creams. ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയുള്ള മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോസിനെ പോലെ അല്ലാതെ നമ്മൾ കോമഡി റൗണ്ടും ഫിലിം സോങ് റൗണ്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെറൈറ്റികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇന്നും കുറേ വെറൈറ്റി ഓഫ് പെർഫോമൻസസുമായി നിങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ നമ്മുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും കാത്തിരിക്കുകയാണ്. അത് കാണാൻ നമ്മളെല്ലാവരും ആകാംക്ഷഭരിതരായിട്ട് കാത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ പെർമനന്റ് പാനൽ ഓഫ് ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യാം. ഫൈസൽ മാഷെ, രഹനത്ത ആൻഡ് അൻവർക്ക. ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് അവിടുത്തെ മ്യൂസിക് തന്നെയാണ്. അപ്പം ആ മ്യൂസിക് നമുക്ക് തന്ന് നമ്മളെ ഇങ്ങനെ ബ്ലെസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ചെവികൾക്കൊക്കെ ഇമ്പം കൂട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ഓർക്കസ്ട്ര ടീം. ഇനി അധികം വൈകിപ്പിക്കാതെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കോമ്പറ്റീഷൻസിലേക്ക് പോകാം. ഇന്ന് ആദ്യമായി പെർഫോം ചെയ്യാൻ എത്തുന്നു ഷറഫിയ. ഫിയക്കുട്ടി. ഷറഫിയ കുട്ടീനെ എല്ലാവരും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന പേരാണ് ഫിയക്കുട്ടി. അപ്പോൾ ഫിയക്കുട്ടി ഇന്ന് ഉള്ള ഒരു മണവാട്ടിക്കുട്ടീനെ പോലെയുണ്ട് കാണാൻ. ഇന്ന് ഏത് റൗണ്ടിൽ ഏത് പാട്ടാ പാടണേ? ഫിലിം സോങ്, പാട്ടല്ല, എന്താ ചേച്ചി പറഞ്ഞെന്ന് മനസ്സിലായില്ല. അപ്പൊ ഞാൻ കുറച്ചുകൂടി വ്യക്തത വരുത്താനിരിക്കുന്നു അല്ലേ? പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ഷറഫിനെ നമ്മളൊക്കെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടക്കത്തിൽ നിന്നും ഷറഫി ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ ജഡ്ജസിന്റെ കേൾക്കുന്നതും എഴുതി കുറിച്ച് വെച്ച് കറക്റ്റ് ചെയ്തിട്ടൊക്കെയാണ് വരാറ്. ആണല്ലേ? അപ്പം ഇത്തവണ നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പൊ തകർത്ത് പാടിക്കോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
എന്താണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞത്? എല്ലാവരും ഒരു കല്യാണ മൂഡിലേക്ക് കൊണ്ടുപോയി ഇടയ്ക്ക് കുറച്ച് ഡാൻസിന്റെ സ്റ്റെപ്സ് ഇടുന്നു, അൻവർക്ക കൂടെ പാടുന്നു, അല്ല കളിക്കുന്നു, ഫൈസൽ മാഷൊക്കെ കൈകൊട്ടുന്നു. ഇത് കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഞാൻ ഫുള്ള് പാട്ടിലാണ്. ആ, ഞാനൊരു മിന്നായം പോലെ ഒന്ന് ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയുള്ളൂ. ഞാൻ പാട്ടിൽ അത്രയും ഫോക്കസ്ഡ് ആയിരുന്നു അല്ലേ? അപ്പൊ ആ ഫോക്കസിങ്ങിന്റെ ഒരു റിസൾട്ട് നമുക്ക് ചോദിക്കാം. ആരോട് ചോദിക്കണം? ഷെർഫിയുടെ ഡെസിഷൻ. അതെ. അത് അല്ല, എന്താ പേര്? എന്റെ പേര് ദിനേശൻ നായർ. ആകെ ബ്ലാക്ക് ഔട്ട് ആയാലും അല്ല, അൻവർക്ക. എപ്പോഴെങ്കിലും കിട്ടിയല്ലോ എന്ന്. എന്നൊക്കെ വച്ചിട്ടുണ്ട്, എന്നൊക്കെ വച്ചിട്ടുണ്ട്. പേര് മറന്നു തന്നെ. ഷറഫിയ, ഫിയക്കുട്ടി, നന്നായി മക്കളെ. നല്ലൊരു നിന്റെ അംഗചലനങ്ങൾ ഞാൻ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അങ്കോപാങ്കം പറയുന്ന പോലെ. ഇതല്ല പാട്ട്. അത് പാട്ടതല്ല, ഞാൻ നല്ലൊരു വാക്കെടുത്തത്. നിന്റെ അംഗചലനത്തിനനുസരിച്ച് ഒരു വാക്ക് വരുന്ന ഒരു പാട്ടിന്റെ ഒരു വരി പാടിയതാണേ. അടിയനോട് ക്ഷമിക്കണേ. ക്ഷമിച്ചു. ക്ഷമിച്ചിരിക്കുന്നു, നോം ക്ഷമിച്ചിരിക്കുന്നു. നന്നായിരുന്നു നിന്റെ ഈ ആക്ടിവിറ്റീസ് ഇങ്ങനെ കണ്ട് ഞാൻ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. പിന്നെ അക്ഷരങ്ങൾ എടുത്ത് പറക്കി വെച്ചുള്ള നിന്റെ സിംഗിങ്ങും അതൊക്കെ കൂടി ഇങ്ങനെ എല്ലാം വ്യക്തമായി കേൾക്കത്തക്ക രീതിയിലുള്ള നിന്റെ സിംഗിങ്ങും പാട്ട് എന്താണ് ആവശ്യപ്പെടുന്ന ആ രീതിയിലുള്ള നിന്റെ ബാക്കി സിംഗിങ്ങും എല്ലാം കൂടെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഒരു വൈബുണ്ടായിരുന്നു. താങ്ക് യു. ഒരു എന്താ പറയുക, ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയില്ലേ, ഒരു ഉഗ്രനായിരുന്നു. അത് കാണാൻ ഒരു ഭംഗി ഉണ്ട്. ഇപ്പോഴത്തെ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രസ് കോഡ് വളരെ ഭംഗിയാവുന്നുണ്ട് കേട്ടോ. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും ഡ്രസ് കോഡൊക്കെ വളരെ ഭംഗിയാവുന്നു. അതോടൊപ്പം അതിന് പാട്ട് നന്നാവുന്നു, നിങ്ങളുടെ അംഗചലനങ്ങൾ നന്നാവുന്നു. മൊത്തത്തിൽ നല്ല കളർഫുള്ളാവുന്നു. മുമ്പ് നീ പാടിയതുപോലെയല്ല, കുറച്ച് മെച്യൂറായി നല്ല രസമായിട്ട് ശ്രദ്ധിക്കുന്നു. ഭയങ്കര എന്തോ പറയാൻ മറന്നുപോയി അല്ലേ? മെച്ചൂർ എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലായോ? അതാണ് മനസ്സിലാത്ത നമ്മുടെ ഭാഗ്യം. അതായത് കുറച്ചുകൂടെ കൗണ്ടർ പറഞ്ഞേ കേട്ടിട്ടുണ്ടോ? കുറച്ച് പക്വമതിയായി വരുന്നു സിംഗിങ്ങില്. വർത്തമാനത്തിലല്ല, സിംഗിങ്ങിൽ കുറച്ച് പക്വത വന്നു തുടങ്ങി. അത് ഇനി അങ്ങോട്ട് കൂടി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം മത്സരം കടുക്കുകയാണ്. ഇതും ശ്യാം സാറിൻ്റെ മ്യൂസിക്കാണ്, അങ്ങാടി സിനിമയിൽ അല്ലേ? ശ്യാം സാറിൻ്റെ മ്യൂസിക്കാണ്. അപ്പോൾ അത് ശ്യാം സാർ ഒരു കാലഘട്ടത്തിൽ 80s രാജാവായിരുന്നു ഇതിൻ്റെ സംഗീതത്തിൻ്റെ, മലയാള സംഗീത സിനിമാ വിഭാഗത്തിൽ. അപ്പം അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ല പാട്ടുകളുടെ കൂട്ടത്തിലൊരു പാട്ടാണിത്, സുശീലാമ്മ പാടിയ പാട്ട്. ഇതിൻ്റെ ബാക്കി രചനാപരമായ കാര്യങ്ങൾ നമ്മൾ പ്രിയപ്പെട്ട ഫൈസൽ മാഷ് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരും. മക്കൾ നല്ല രസമുണ്ടായിരുന്നു മക്കളെ, നന്നായിരുന്നു, കൊള്ളാം. താങ്ക് യു അൻവർക്ക. രഹനത്ത. ഷർഫിയ, ആ, ഇപ്പൊ എങ്ങനെയുണ്ട് പാടിയതൊക്കെ? എനിക്ക് കുഴപ്പമില്ലാതെ തോന്നി. ആ, എന്നാലും ആ. നല്ലതില് പാടി ഒരു ഏ ഒരു എത്രയാ? എത്രയെന്ന് ആ ഒന്നേ ഉള്ളൂ. അത് മനസ്സിലായി. ആ അക്ഷരം ഒന്നേ ഉള്ളൂ, അതെനിക്ക് മനസ്സിലായി. അപ്പം എന്താ എല്ലാതരം മെച്ചോർഡാണ്. ആ ഒരു അക്ഷരേ ഉള്ളൂ. പക്ഷെ മോള് പറഞ്ഞ എന്നുള്ളത് ഞാൻ ചോദിച്ചത് എന്താ, എവിടെ വരെ എത്തി നമ്മൾക്ക് മനസ്സിലായത് മോള് പാടിയത്? എനിക്കറിയില്ല. കള്ളത്തി കുട്ടി എന്താ വെച്ചാൽ വന്നതില് ആദ്യ ആള് ഭയങ്കര ബോൾഡായിട്ട് എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ആ വർത്താനത്തിൽ കൂടെ പിന്നെ ആൾക്ക് മനസ്സിലായി ഭയങ്കര വളർത്തിയായിട്ട് അവള് അല്ല ആണ്. അതിപ്പോ ഞാൻ മാർക്കറില്ലെന്ന് മേടിച്ചിട്ടല്ലേ? അല്ല അല്ല, ഭയങ്കര ബോൾഡാണ് ഉള്ളത്, ഞാൻ പറയും. അതുകൊണ്ട് അത്ര കറക്റ്റായിട്ട് നേരത്തെ ചോദിച്ചത് എന്താണ് ഷറഫിയ കുട്ടി പാടിയിട്ട് മനസ്സിലാക്കിയത്? എനിക്കൊന്നും മനസ്സിലായില്ല. സത്യം പറയണേ, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ആരായി? പാട്ടുകാരി പെണ്ണെ നീയൊരു പന്തലിലേറി എന്റെ വീട്ടുകാരി. ഞാനൊരു പാട്ടുകാരിയാണല്ലേ? ഞാൻ നന്നായി പാടി. തോന്നൽ നന്നായി പാടി. മക്കളാണ്. ഞാനാണോ?
രണ്ടുപേരും. രഹന പാടിയായിരുന്നു അവന്. ആകെ പ്രശ്നമാണല്ലോ. കുട്ടിക്ക് എന്താ പറ്റിയേ? ഞാൻ ഈ പാട്ട് പാടിയിട്ടില്ല, മോള് പാടി. മോളോട് ഞാൻ ചോദിച്ചു മോൾക്ക് എന്ത് തോന്നി. മോൾ ഈ പാട്ട് നന്നായി പാടി. സമാധാനം. എന്താന്നറിയോ, പാടി കഴിഞ്ഞിട്ട് വേഗം മാർക്കൊന്നും എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കങ്ങ് അതാണ്, ആ ചിന്തയിലാണ് നിൽക്കണത് അല്ലേ? അതുകൊണ്ട് കുറച്ച് ആ, മിക്സഡ്. ആ മിക്സഡ് എന്താണ്? അതാണ് ഞാൻ ഈ ചോദിക്കണത്. എന്തോ മിക്സഡ് ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാലോ. പടച്ചറഫേ, എനിക്ക് ഫിലോസഫിക്കൽ ആൻസേഴ്സ് ആണ്. ആൻസേഴ്സ് ആണ്. തണുക്കുണ്ടല്ലോ. തണുക്കുന്നുണ്ട് അല്ലേ? സാറല്ല, ഞാൻ വേഗം ബ്ലാക്ക് ആണ് ഇട്ടിരിക്കുന്നത്, അപ്പൊ കുറച്ച് തണുക്കും. അല്ല, നീ പാടിയ സമയത്ത് നല്ല ചൂടായിരുന്നു, നല്ല ചൂടായി, ഈ ഫ്ലോർ മൊത്തം ചൂടായി. കളിയൊക്കെ അങ്ങോട്ട് വന്നപ്പോഴേ അല്ലേ, എനിക്ക് പല്ലവിയൊക്കെ മോള് ഒരൊറ്റ സ്ഥലം, അത് നമ്മൾ സംസാരിച്ചില്ലേ, ആ സമാധിയുടെ മാത്രം. ആ അതെ 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 അതെ. അത് കഴിഞ്ഞ് അനുപല്ലവിയൊക്കെ അങ്ങോട്ട് അത് പാടി വന്നപ്പോ കൊടുക്കാം. കന്നിപ്പളുങ്കേ പൊന്നുങ്കിനവേ സുന്ദരി പുന്നാരേ പുന്നാ, അങ്ങനെയാണ്. സുന്ദരി പുന്നാരേ അങ്ങനല്ലേ വരണേ? സുന്ദരി പുന്നാരേ അങ്ങനെ എന്തോല്ലേ പാടിയത്? പുന്നാരേ അങ്ങനെയാണ് പാടിയത്. സുന്ദരി പുന്നാരേ അങ്ങനല്ലേ സാധനം? അതാണ് സാധനം. ആ ചെറിയൊരു കുഞ്ഞ് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പ്രശ്നം വന്നോ? ഓ എന്റെ പഠിച്ചനെ, ഒരു കുഞ്ഞു പ്രശ്നം. അത് ചൂണ്ടി കാണിക്കണ്ടേ, നമ്മൾ പറയണ്ടേ? നാളെ ഷറഫിയെ പറയില്ലേ എല്ലാം നന്നായി പറഞ്ഞിട്ട് എന്താ ഒരു മാർക്കരാന്ന് പറയില്ലേ? ഇല്ല. അത് പറയും. ഇല്ല. ഉറപ്പ്. അതില് നല്ല കുട്ടിയാണ്. ആ അപ്പൊ ഭാഗ്യമുണ്ട്, നമുക്ക് ഇച്ചിരി വിവരമുണ്ട്, അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പോട്ടെ. നല്ല ഡ്രസ്സ്, അതാണ് നേരത്തെ എനിക്ക് പറഞ്ഞു. നിങ്ങളെല്ലാവരും നന്നായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്കൊക്കെ ഓർക്കസ്ട്രയ്ക്കൊക്കെ ഓരോ ഭയങ്കര എന്തൊക്കെയോ സ്റ്റെപ്പുകളൊക്കെ ഞാൻ ഇവിടെ കണ്ടു കേട്ടോ. എന്താ വെച്ചാൽ അനുപല്ലവിയുടെ ശരിക്കും ലിങ്കിൽ വരെ ഷറഫിയെ കുട്ടി ഓരോ സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യം. എന്തായാലും ഗംഭീരായിരുന്നു. ഒന്നേ പറയാനുള്ളൂ, നേരത്തേലും ഒരുപാട് മോള് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു രഹനത്ത. മാഷെ, ഞാൻ അധികം ഒന്നും സംസാരിക്കുന്നില്ല. മോള് സ്കൂളിലൊക്കെ ഇങ്ങനെ തന്നെ? മാഷന്മാരൊക്കെ ബുദ്ധിമുട്ടാവുമല്ലോ? അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല. ഇങ്ങനെ ചോദിക്കുമ്പോ ഉത്തരങ്ങൾ പറയും ഇങ്ങനെ തന്നെ. പിന്നെ മോള് നന്നായിട്ട് പാടിയിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങോട്ട് പറയാം, മോൾ ഇങ്ങോട്ട് പറയാണ്ടല്ലോ നന്നായിട്ട് പാടിയത്. പിന്നെ ഈ ഒരു കല്യാണവും ഒപ്പനയും സിനിമാ പാട്ടും ഒക്കെ അതെല്ലാം കൂടി ചേർന്നൊരു പാട്ടാണ്. ഈ നമ്മുടെ പ്രിയപ്പെട്ട ബിച്ചു തിരുമല, അതുപോലെ ശ്യാം സാറ്, സുശീലാമ്മ, മാപ്പിളപ്പാട്ടിലെല്ലാവരും എടുത്ത് പാടുന്ന, സ്റ്റേജ് ഷോയിലൊക്കെ പാടുന്ന പാട്ടാണ്. ഇനി മോളത് പാടേണ്ടി വരും കുറേ. അതെ, ഈ സ്റ്റെപ്പുകളും ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടി വരും. ഇതെന്താ എന്താ പിന്നെ മിന്നിയും മാട്ടിയും എന്താ പറയുന്നത്, നെറ്റിക്കുറിയും, ഇങ്ങനെ ഒരുപാട് മാപ്പിളപ്പാട്ടിൻ്റെ കൃത്യമായ കുറേ പദങ്ങളുണ്ട് ഇതിൽ പറയുന്നുണ്ട്. കൃത്യമായിട്ട് കാതിൽ തുലുങ്കി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും ഇത് പിച്ചു തിരുമല സാറ് ഈ ഒപ്പനപ്പാട്ട് എന്താണ്, കല്യാണപ്പാട്ട് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് എഴുതിയ ഒരു പാട്ടാണ്. മനോഹരമായ ഒരു പാട്ട്. അതുകൊണ്ട് തന്നെ അത് ഹിറ്റായത് അക്കാലത്ത്. ഇനി മോള് പറഞ്ഞൊരു പോർഷൻ എല്ലാവരും ശ്രദ്ധിക്കും, കാരണം അത് എല്ലാവർക്കും അറിയുന്നൊരു പാട്ടായതുകൊണ്ട്. പക്ഷെ എന്നാലും മോള്, എനിക്ക് തോന്നിയൊരു കാര്യം, കഴിഞ്ഞൊക്കെ പാട്ടിനെ അപേക്ഷിച്ച് ഒരുപാട് സിംഗിങ് വൈസ് മോള് പെർഫോമൻസിൻ്റെ നേരത്തെ ഉള്ളതാണ്. സിംഗിങ് വൈസ് മോള് ഒരുപാട് മുമ്പിലാണ്, നന്നായിട്ടിത് പാടാൻ ശ്രമിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു കോമഡി റൗണ്ടും ഇല്ലേ? പടച്ച തമ്പുരാനെ കാക്കണേന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് രണ്ടും നമ്മൾ കണ്ടു. ഇനി എൻ്റെ പെർഫോമൻസ് തമാശപ്പാട്ടിൽ എന്തായിരിക്കും അത് കണ്ടറിയേണ്ടി വരും. ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഓക്കെ മോളെ, താങ്ക് യു മാഷെ. അപ്പോൾ കമൻസ് ഒക്കെ കേട്ടില്ലേ? കമന്റ്സ് കേട്ടോ. എന്നോട് നേരത്തെ ഇവിടെ വന്നപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? ഇനി എന്താവോ എന്തോ കമന്റ്സ് ഒക്കെ എന്നാ പറഞ്ഞ ആദ്യം തന്നെ ഇവിടെ വന്ന് നിന്നപ്പോ. അപ്പം ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ അറിയണ്ടേ? മാർക്സ്. എന്തെങ്കിലും ഊഹാപോഹങ്ങൾ ഉണ്ടോ എത്ര മാർക്ക് കിട്ടും? അതൊന്നും പറയാൻ പറ്റൂല. അതൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ദൈവത്തിന് വിട്ട്. ഓക്കെ, അപ്പൊ ജഡ്ജസിനെ വിട്ട്. ജഡ്ജസിന് വിട്ട്. ശരി, ഇപ്പൊ ജഡ്ജസ് ആണല്ലോ അല്ലേ ദൈവങ്ങൾ നമുക്ക്. അപ്പൊ ആരെടുത്തുനിന്ന് തുടങ്ങണം? അതും ഞാൻ ഷെറഫിക്ക് വിട്ടു.
എനിക്കറിയില്ല. ഏത് അറിയില്ലേ? റാൻഡം ആയിട്ട് പറഞ്ഞോ. എന്തായാലും 3 പേര് മാർക്ക് തരണം. ഫൈസൽ മാഷ്. ഓക്കെ, ഫൈസൽ മാഷ് ഔട്ട് ഓഫ് 35. 33.5. 33.5. രഹനത്ത? എൻ്റെ മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ടോ ഷർഫിയ? ഞാൻ എത്ര തരും, എത്ര തന്നിരുന്നെങ്കിൽ എന്നൊക്കെ ഒരു തോന്നുമല്ലോ. അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല, ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. പ്രതീക്ഷ അങ്ങനൊന്നുമില്ല. ഒട്ടുമില്ല. നല്ല കുട്ടിയാണ് മാർക്കിൻ്റെ. ആ, ഒന്നുമില്ല. ഒന്നുമില്ല. പറഞ്ഞു. എന്ത് തന്നാലും സ്വീകരിക്കും. അങ്ങനെയാണ്. നല്ല മാർക്ക് കിട്ടാണ് ഒന്നും കൂടി നല്ലത്. ആ, അങ്ങനെ ചിന്തിച്ചിട്ട് പോവും അല്ലേ? ആ. ആ, ഞാൻ എന്തായാലും എന്നായിക്കോട്ടെ 34 ആണ് തരാം. 34 ഔട്ട് ഓഫ് 35. ആ, ഹാപ്പി അല്ലേ? ഹാപ്പി. ആ, പിന്നെ ഒരു മാർക്കും കൂടെ അറിഞ്ഞാൽ മതി. ആ മാർക്ക് ചോദിക്കുന്നോ? ഞാൻ ചോദിക്കുന്ന പോലെ ചോദിക്കണം. ഞാൻ എങ്ങനെ മാർക്ക് ചോദിക്കാറ്? അൻവർക്ക ഔട്ട് ഓഫ് 30. ആ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. 30 നേരത്തെ അവള് പറഞ്ഞ ചേട്ടാ കമൻസ് ഒക്കെ കൊള്ളാം എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അവള്. കമൻസ് ഒക്കെ കൊള്ളാം, ഇനി മാർക്ക് ഇവര് എന്ത് തരുന്നെന്ന് അറിയില്ലല്ലോ, നോക്കട്ടെ എന്നുള്ളൊരു ഇതായിരുന്നു. മകളെ 29 ഔട്ട് ഓഫ് 30 ആൻഡ് ഓൺ ടോട്ടൽ 96.5 ഔട്ട് ഓഫ് 100. സന്തോഷമായോ? ആ, നല്ല സന്തോഷമുണ്ടോ? നല്ല സന്തോഷമാണ്. സന്തോഷമുണ്ട്. ആ, പക്ഷെ നല്ല സന്തോഷം എത്തിയിട്ടില്ല. എത്തിയിട്ടില്ല. ആ, അത് എത്തണമെങ്കിൽ എത്ര മാർക്ക് കിട്ടണം? 100. ഓക്കെ, അപ്പൊ ഇതുപോലെ പോട്ടെ. ഷറഫിയ കുട്ടിയുടെ ഓരോ പാട്ടിലും ഇംപ്രൂവ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. ആ. അത് ഭയങ്കര പോസിറ്റീവാണ്. അങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. ആ. സീ യു. അപ്പോൾ നമ്മുടെ ഷറഫിയ കുട്ടിയുടെ ഒരു തകർപ്പൻ പെർഫോമൻസോട് കൂടിയാണ് നമ്മുടെ ഈ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് നല്ലൊരു പാട്ടായിരുന്നു, നല്ലൊരു ഓളമായിരുന്നു. എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ടാണ് ഷറഫിയ വന്നു പോയത്. ഇനി ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസുമായി എത്തുന്നു റിനാദ്. റിനാദേ, ആരാണിത്? ഒരു കലോത്സവത്തിനൊക്കെ പോയി കണ്ടൊരു ഫീൽ എനിക്ക്. ദഫ് മുട്ട്, അറബന മുട്ട്, അങ്ങനെ എന്തോ ഒരു ഐറ്റത്തിന് ഇങ്ങനെ ഡ്രസ് ചെയ്യില്ലേ? കോൽക്കളി. ആ, കോൽക്കളി. ആ, അപ്പൊ ഏത് പാട്ട്, ഏതാ റൗണ്ട്? കോമഡി. ആ, ഏത് പാട്ട്? ഞൊണ്ടിക്കാലൻ കുഞ്ഞാലിക്ക്. ഞൊണ്ടിക്കാനൻ കുഞ്ഞാലിക്കായിട്ടാണോ ഇപ്പൊ വന്നത്? കാല് തല്ലി ഓടിച്ചോ ആരെങ്കിലും? നീ ഒന്ന് നടക്കണം, ഞൊണ്ടിക്കാലാണോ നോക്കട്ടെ. ഈ പാട്ടിന് വേണ്ടി അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഡെഡിക്കേഷൻ കൊണ്ട് പാട്ടിന് വേണ്ടിട്ട് അങ്ങനെ വല്ലതും ചെയ്യുവോ നോക്കട്ടെ. നമ്മള് പാട്ട് പ്രതീക്ഷിച്ച അത്രയും നന്നാവാതെ വന്നാൽ ചിലപ്പോ ഞൊണ്ടിക്കാലനായിട്ട് തിരിച്ചു പോകേണ്ടി വരും. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യട്ടോ. ഓൾ ദി ബെസ്റ്റ്. പണമില്ലെങ്കിൽ പണമില്ലെങ്കിൽ 17-കാരിക്കും സ്വപ്നം കാണാൻ എന്തധികാരം. പടുകിഴവൻ ഒരിളം കുരുന്നിനെ ബലി നൽകുന്ന ധിക്കാരം. ചെറ്റക്കുടിലിൽ തരുണികൾ കഴിയുന്നു കണ്ണുനീർ തോരാതെ. ചുളുവിൽ അവരെ വിലക്കുവാങ്ങാ പണക്കിഴവന്മാർ പാരാകി. അങ്ങനിരിക്കെ ഒരു ദിവസം ഞൊണ്ടിക്കാലൻ കുഞ്ഞാലിക്കും രണ്ടാം കെട്ടിനു ചെറുപൂതി. കഴുകക്കണ്ണാൽ പാഞ്ഞു നടക്കും വണ്ടിക്കാരൻ ദല്ലാളി. ആ ഞൊണ്ടിക്കാലൻ കുഞ്ഞാലിക്കും രണ്ടാം കെട്ടിനു ചെറുപൂതി. കഴുകക്കണ്ണാൽ
മണ്ടരി കുളിപ്പിച്ചാൽ കരിയോയിൽ കിട്ടുന്ന മാതിരി കളറാണ് റബ്ബേ ഇവൻ ശൈത്വാന്റെ ഫാമിലി. മോണയിലൊറ്റ പല്ലില്ലെങ്കിലും മേക്കപ്പിനൊരു കുറവില്ല. പൂന്തയിലുള്ളൊരു കുഴികൾ തൂർക്കാൻ പൗഡർ കമ്പനി തികയില്ല. കൃത്യം പ്രായമതറിയില്ലേലും എറിയലമ്പത് കവിയില്ല. ഇക്കന്മാരുടെ നേതാവെങ്കിലും മിണ്ടാഞ്ഞാലത് തിരിയൂല. കൂട്ടിന് വന്നൊരു സെയ്താലിക്കും ഫോട്ടം കണ്ടത് പിരികേറി. കാട്ടിലിരുന്നൊരു മർക്കടൻ നാട്ടിലിറങ്ങിയ പോലൊരു ചങ്ങാതി. കടം വാങ്ങി പലഹാരം കടം വാങ്ങി പലഹാരം പല ജാതി കരുതി കുടവയർത്തുമ്പത്ത് കുഞ്ഞാലി തടവി. മുറിപ്പല്ലാൽ സംഹാര താണ്ഡവമാടി പണ്ടാരടങ്ങുവാൻ അല്ലോ ഷുഗറങ്ങ് കൂടി. ബഹളം കേട്ട് പെണ്ണിൻ്റുമ്മ വന്നു ചെറുക്കനെ നോക്കുന്നു. ആ തീമുറിയിൽ ഒരു രണ്ടാം ലോക യുദ്ധം തന്നെ നടക്കുന്നു. ബഹളം കേട്ട് പെണ്ണിൻ്റുമ്മ വന്നു ചെറുക്കനെ നോക്കുന്നു. ആ തീമുറിയിൽ ഒരു രണ്ടാം ലോക യുദ്ധം തന്നെ നടക്കുന്നു. പൂന്തയിൽ തൂങ്ങിയ രൂഷാൻ താടി തളം തെറ്റി ചലിക്കുന്നു. 2.5 മാസം മുമ്പേ ചത്തുരു അടിനെയോർത്ത് ചിരിക്കുന്നു. അഞ്ചാറു പിഞ്ഞാണം ചുടുചായ മൂന്തി ബേജാറിലൊരു പാത്രം മുഖമാകെ ചിന്തി. കരിമോന്തയിൽ തെച്ച കുമ്മായമിളകി. ഉമ്മാന്റെ ഓർമ്മയിലെവിടെയോ ഇടിവാളുമിന്നി. പണ്ടന്റെ പെണ്ണു കാണാൻ വന്നുള്ള മൂപ്പിലാണ് കണ്ടിട്ട യുമ്മ നടുങ്ങി. ആ ചുറ്റിച്ചൂലന്നടുത്ത് ചുറ്റിക്കൊണ്ടങ്ങടുത്ത് ഇടയിൽ ദല്ലാള് കുടുങ്ങി. പണ്ടന്റെ പെണ്ണു കാണാൻ വന്നുള്ള മൂപ്പിൽ
റിനാദേ, എന്താ ഇപ്പൊ ഇവിടെ കഴിഞ്ഞത്? ഒരു ഇടിവെട്ടി മഴ പെയ്തൊരു ഫീൽ ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാവരും ആ പാട്ടിലും. ഇത് ആരും എഴുതിയ പാട്ടാ അറിയോ? അറിയില്ല. അറിയില്ലല്ലേ. പക്ഷെ അതിന്റെ വരികൾ ഇങ്ങനെ നമുക്ക് എല്ലാവരോടും ഒരു കഥ പറഞ്ഞ് തരുന്ന പോലെ ചോദിച്ചു നോക്കാം. ഇത് ഷോക്ക് വേണ്ടി ചെയ്ത പാട്ടാ. ആ, എവിടുന്നാ പഠിച്ചത് റിനാദ്? ശരി, ഇത് ഷാൻവാർ ഖാന്റെ കേട്ട് പഠിച്ച കുട്ടിക്കുപ്പായം പണ്ടത്തെ. പണ്ടത്തെ. അപ്പം ആരുടെ അടുത്തുനിന്ന് തുടങ്ങണം? നമ്മുടെ ഡാൻസ് കളിച്ച ഒരാളുണ്ട് കൂടെ, ആ ചോദിക്കാം അല്ലേ? ആ, അൻവർക്ക. റിനാദേ, ആ ഈ ഒരു തമാശ പാട്ട് ഇതിനകത്ത് ഇത്രയധികം ഭീകരമായ വിരുദ്ധം വരുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അതൊരു ഇതിൻ്റെ ഒരു ഭീകര ഭംഗി. ഒരു തമാശ പാട്ടിൽ ഇങ്ങനെ എത്രയധികം ഇതൊന്നും വന്നിട്ടില്ല. അത് നമ്മൾ സാധാരണ കേൾക്കുന്നത് കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം, അതിലൊക്കെയാണ് കുറച്ച് വിരുദ്ധമുള്ളത്. അത് ഇത്രയും ഭീകരമായിട്ടില്ല. ഇത് കുറച്ച് കൂടുതലാണ്. ഇത് വേറെ ചില പാട്ടുകൾ നമ്മൾ ഓർമ്മിപ്പിച്ചു. പിന്നെ മറ്റേതൊക്കെ മറ്റേ തമിഴ് പാട്ടിലെ എന്നടി റാക്കമ്മ ഇടയ്ക്ക് അതിൻ്റെ ഒരു ട്യൂൺ വന്നു. അല്ലാതെ മറ്റേ അഖില ചരാചര പാലകൻ ആ പാട്ടും ഓർമ്മ. രണ്ടു മൂന്ന് പാട്ടിൻ്റെയൊക്കെ ഒരു മിക്സറാണ്. പക്ഷേ ഇതിനകത്ത് വന്ന ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത് 3-4 സ്ഥലത്ത് വന്ന വിരുദ്ധം സത്യത്തിൽ എന്നെ തകർത്ത് കളഞ്ഞു. നീ അതൊക്കെ വളരെ ഭംഗിയായിട്ട് പാടിടാ, കലക്കനായിട്ട് പാടി. കൃത്യമായിരുന്നു. ഈ സംഗതികളൊക്കെ പെറുക്കി വെച്ച് നല്ല നമുക്ക് പഠിപ്പിച്ചു തരും പോലെയാണ്. നമുക്ക് കേൾക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് പോലെയാണ് നീ പാടിയത്. അങ്ങനെ നോക്കുമ്പോൾ നീ ഈ പാട്ട് വളരെ ഭീകരമായിട്ട് പാടി. ബാക്കി ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഒന്നും ഞാൻ ശ്രദ്ധിച്ചേയില്ല. ഞാൻ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. ബാക്കി നീ ഈ പാട്ടിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. അത് കൃത്യമായിട്ട് നീ പഠിച്ച് പാടുകയും ചെയ്തു. കുറച്ച് കൂടുതൽ ലിറിക്സ് ഉണ്ട്, അത് കാണാതെ പഠിച്ചു. അത് അതേപോലെ പാടി തരികയും ചെയ്തു. ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. ഞാൻ മുമ്പ് കേട്ടില്ല. പലരും കേട്ടിട്ടുണ്ടാവും, പക്ഷെ ഞാൻ കേട്ടില്ല. പക്ഷെ എനിക്ക് പിന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതിനകത്ത് വന്ന ഒരു മൂന്ന് സ്ഥലത്ത് വന്ന വിരുദ്ധങ്ങൾ ഭയങ്കരമായിട്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ആസ്വദിച്ചു മക്കൾ പാടിയത്. നന്നായി മക്കളെ. താങ്ക് യു അൻവർക്ക. റഹനത്ത. റിനാദ്, ഇത് മാഷ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പൊക്കെ വന്ന റിയാലിറ്റി ഷോകൾക്ക് വേണ്ടിയിട്ട് ചെയ്തത് തന്നെയായിരുന്നു. തോന്നുന്നു പട്ടുറുമാല് തൊട്ട്. അപ്പം പക്ഷെ അതിലൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലൊക്കെ ഇവർ കൂടെ പ്രോപ്പർട്ടീസ് ഉപയോഗിക്കും. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം ഈ ആ ഒരു കഥാപാത്രത്തെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് പാടുന്നവരും കുറച്ചൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ചെയ്തതായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ. അങ്ങനെയും ചെയ്യും. പക്ഷെ റിനാദ് ഇവിടെ ആ പാട്ടിലൂടെ തന്നെ ശരിക്കും അതിൻ്റെ എല്ലാ കോമഡിയും. പാട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ റിനാദിൻ്റെ തന്നെ കുറച്ചൊരു സ്പെഷ്യലായിട്ട് കയ്യിൽ നിന്ന് ഇടുന്നു തോന്നുന്നു എനിക്ക്. റിനാദിന് ചില സംഗതികളുണ്ട്, ഞാൻ പണ്ടൊക്കെ പറഞ്ഞിട്ടില്ലേ, അത് ഒരു ഫീലൊക്കെ കൊടുത്തിട്ട് ഒരു തിങ്സും കൂടിയും വരും. എന്നാൽ ഇപ്പം ഈ കോമഡിയിൽ പോലും ഞാനത് കണ്ടിട്ടുണ്ട് ചില സ്ഥലത്ത് കേട്ടോ മോനെ. അതൊരു മോൻ്റെ വോയിസ് അങ്ങോട്ട് വളരും തോറും അതും കൂടിയും കളയരുത് എന്ന് എന്നത്തെ പറയണു കേട്ടോ. കാരണം അത് മോൻ്റേതായിട്ടുള്ളൊരു തിങ്സാണ്. അത്ര ഒരു ഭംഗിയാണത് ചില സ്ഥലത്ത്. പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ എന്താണ് ബൈഹാർട്ടാണ് എല്ലാം. കാരണം കട്ട് ചെയ്ത് വരികയാണ്. പക്ഷെ വലിയ സപ്പോർട്ട് ഇതേ ഗംഭീരമായിട്ട് അവിടെ നിന്നുണ്ട്. അതുണ്ട് കാര്യമായിട്ട് തന്നെ പറയണത്. കാരണം ആ തുടക്കം മുതൽ അവസാനം വരെ മോൻ മത്സരിക്കുന്ന പോലെ നിങ്ങൾക്ക് ആ ബാക്കിങ് അവർ അത്രയും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ പിച്ചിലേക്ക് അത് ഞാൻ സീരിയസ് ആയിട്ടാണ് പറയണത്. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ ഒരു ബാക്കിങ് ഇത്ര കൃത്യമായിട്ടാണ് അവർ തരുന്നത് കേട്ടോ. അത് ഈ ഒരു പാട്ടിന് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം കട്ടിങ് അല്ലേ ആ ഒരു വായിക്കുന്ന എല്ലാം. പിന്നെ വേറൊരു ട്യൂൺ വന്നു ലാസ്റ്റ് പിന്നെ ആ കഥ കൊണ്ടുവന്നു. മൊത്തം ആ കോമഡിക്ക് ഒരു ഡ്രസ്സൊക്കെ കൊടുത്തുകൊണ്ട് അവൻ പാട്ടിലൂടെ ആ കോമഡി നമുക്ക് കാണിച്ചു തന്നു. ഓക്കെ, ആ തുബടി മാഷാല്ലെന്ന് അത് മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ഒരു സങ്കടം മാർക്സ് പറഞ്ഞതിൻ്റെ അല്ലേ. ഇല്ല വിഷയമല്ല, നല്ല കുട്ടി കേട്ടോ. പക്ഷെ അതും കൂടി മനസ്സിലാക്കി എടുത്തിട്ട് ഇത് ഗംഭീരാക്കി മോൻ കേട്ടോ. താങ്ക് യു റഹനത്ത. മാഷേ, ഈ മാപ്പിളപ്പാട്ടിലിങ്ങനെ കോമഡി സോങ്സ് പണ്ട് ഉണ്ട്, പക്ഷേ ഇത് അധികം പഴക്കല്ലാത്തൊരു പാട്ടാണ്. അത് ഈ മണ്ടരി എന്നെ പ്രയോഗം വന്നാൽ ഞാൻ ശ്രദ്ധിച്ചാ കരി ഓയിലുണ്ട്, മണ്ടരി ഉണ്ട്. പിന്നെ എനിക്കതിൽ ഏറ്റവും പിന്നെ ഇഷ്ടപ്പെട്ടത് മർക്കടൻ നാട്ടിലിറങ്ങിയതുപോലെ, കാട്ടിലെ മർക്കടൻ നാട്ടിലിറങ്ങിയതുപോലെ. ശരിക്കും റിനാദിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഇത്ര ഭംഗിയായിട്ടൊന്നും വസ്ത്രം ധരിക്കണ്ടായിരുന്നു. ഇതിൽ പറഞ്ഞ കുറേ
കുറെ കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ ഈ പാട്ടിൽ പറഞ്ഞേ. ഇത്തിരി കരിവേലൊക്കെ കയ്യിൽ കൊണ്ടുവരാം. കരിവേലും പിന്നെ താടി, വെച്ച താടി പാട്ട് തീരുന്നതിന് മുമ്പ് ഇളകി പോവുക. അപ്പോഴാണ് ചത്തുപോയ ആടിനെ ഓർത്ത് 2 വർഷം മുമ്പ് ഈ വീട്ടില് ഇങ്ങനെ ചായ അധികം കുടിച്ചിട്ട് കണ്ടപ്പോൾ ആകെ 2ാം ലോകമഹായുദ്ധം നടന്നെന്ന് പറഞ്ഞത്. ചായ കൊണ്ടുവച്ചപ്പോഴേ അതിൽ പറയുന്നില്ലേ പാട്ടില്, ഓർമ്മയില്ലേ? 2ാം ലോകമഹായുദ്ധം ആ തീന്മേശയിൽ നടന്നു പറഞ്ഞത്. കാരണം ഇയാളിതെല്ലാം കൂടി കിട്ടിയപ്പോൾ ഒന്നായിട്ട് കഴിച്ചതാണ്. ആ സമയത്താണ് താടി ഇളകുന്നത്. ആ സമയത്ത് ഓർക്കുകയാണ് 2 വർഷം മുമ്പ് ചത്തുപോയ ആടിനെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അത് അത്രത്തോളം വേണ്ടെന്ന് വിചാരിച്ചതല്ലേ. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ചുകൂടി നമുക്കിതൊരു സംഭവമാക്കായിരുന്നു, ഒരു നാടകം, വിഷ്വലി ഒരു ഒരു സംഗതി ആക്കായിരുന്നു. ഇത്ര വൃത്തിയിലൊന്നും ദിവസം ധരിക്കണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം. ഏതായാലും മോനെ, ഇത് ആ ഒരു കഥ പറയുന്ന പോലെ, ഒരു സംഭവം പറയുന്ന പോലെ ഇതിൽ ഒരുപാട് മെസ്സേജ് ഉണ്ട്. ഈ ഫസ്റ്റില് പാട്ടിൻ്റെ ഫസ്റ്റ് എന്താ പറയുന്നത്, ആ തിങ്സ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നാട്ടിൽ പണം കൊണ്ടും പണത്തിൻ്റെ പ്രശ്നം കൊണ്ട് കഷ്ടപ്പാട് കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന, അതെ, വീടുകളിൽ ഈ പണം ഉള്ളവരും ഇങ്ങനെയുള്ള ആളുകളൊക്കെ കാട്ടുന്ന അവരുടെ നിസ്സഹായാവസ്ഥയിൽ ഇങ്ങനെ ആളുകൾ കല്യാണം കഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഏതായാലും മോനെ ഗംഭീരം. പിന്നെ ഞാൻ മോൻ്റെ പാട്ടിനെ കുറിച്ച് പറയുന്നില്ല, തുബടി മാഷാള്ള മാത്രമേ കുറിച്ചുള്ളൂ, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഇത് അതിലൊക്കെ മേലെ, അതൊക്കെ മേലെയാണ്. താങ്ക് യു മാഷെ. അപ്പം എല്ലാം കൊണ്ടും എന്താ, എല്ലാം കൊണ്ടും നല്ല കമന്റ്സ് ആയിരുന്നില്ലേ? എന്നൊക്കെ എന്താന്ന് മാർക്സ് ചോദിക്കാം. അൻവർക്ക് ഔട്ട് ഓഫ് 30 30-ൽ 29.5. 29.5 out of 30. Rahanata out of 35. 34.5. 34.5 out of 35. And Faisal Masha out of 35. 34.5. 34.5. So on total, it's 98.5 out of 100. സുബടി മാഷാള്ള കഴിഞ്ഞപ്പം ചെറിയൊരു സങ്കടം ഇല്ല എന്ന് പറഞ്ഞത് ഒരു കള്ളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു സങ്കടം ഇല്ലായിരുന്നു. നീ ആ സൈഡിൽ പോയി നിന്നിട്ട് കണ്ണുടക്കുന്നത് ഞാൻ കണ്ടിരുന്നല്ലോ അന്ന്. പിന്നെ ഇവന് ഈ ഭാഗത്ത് കണ്ടിട്ടില്ല, പിന്നെ ഇവന് ഇപ്പൊ ഈ പാടുന്ന സമയത്താ കണ്ടത്. ഞാൻ ചോദിച്ചത് കറക്റ്റ് ആയിരുന്നു. സങ്കടം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തത് അല്ലേ? ഫിലിം സോങ്സിന് എത്ര മാർക്ക് കിട്ടി? ഫിലിം സോങ് കഴിഞ്ഞു. ഫിലിം സോങ് ആണ് തുബടി മാഷാള്ള. അതെ അതെ. എത്ര? 94. ഇനി ഒന്നും കൂടി ഇല്ലേ? ജഡ്ജസ് ചോയ്സ്. അപ്പൊ അതിലും ഇപ്പൊ ഒരു 1.5 കുറഞ്ഞില്ലേ? തിരിച്ചു പിടിക്കും. ഇവൻ ആക്ഷൻ മാത്രമേ ഉള്ളൂ, പാടാൻ നേരത്ത് മാത്രമേ തുറക്കുള്ളൂ. അപ്പൊ നന്നായിട്ട് അടുത്ത റൗണ്ടിലും പെർഫോം ചെയ്യാം. എന്തായാലും ഞൊണ്ടിക്കാരൊന്നും അല്ലാതെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റി കേട്ടോ. See you. ഇന്നത്തെ എപ്പിസോഡിലെ 2 നല്ല തകർപ്പൻ പെർഫോമൻസസ് ആണല്ലേ നമ്മൾ ഇവിടെ വരെ കണ്ടത്. ഇനി ഫൈനൽ പെർഫോമൻസിനുള്ള സമയമാണ്. ഐ ഇൻവൈറ്റ് മിഷാൽ. മിഷാലെ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, എനിക്ക് മിഷാലിന്റെ ഡ്രസ്സിംഗ് സെൻസ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഉമ്മയാണല്ലേ? ഓക്കെ. ഇന്ന് ഏത് റൗണ്ടില് ഏത് പാട്ടാ പാടുന്നത്? ജഡ്ജസ് ചോയ്സ് റൗണ്ടിലെ ഉടയോന്റെ അമരാലേ പറഞ്ഞു. ഓക്കെ. അപ്പോൾ പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചോ? പഠിച്ചു. ഓൾ സെറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? പഠിച്ച പോലെ പാടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഉടയോന്റെ അമരാലി സൂരിൽ ഇസ്രാഫിൽ ഓതിടും
പൊന്തി ജബലുകൾ പൊടി പൊടി തകർന്നിടുന്നേ കണ്ടു കഠിനമം ഉടൽ പിടഞ്ഞിടുന്നേ പടപ്പാകെ പൊടി പടലമയടിഞ്ഞവരാകെ അത് നാള് ഖിയാമം ഉടയോന്റെ അമരാലി സൂരിൽ ഇസ്രാഫീൽ ഊതിടും ദിനമല്ലോ ഖിയാമം നാള് ഒറ്റവരുടയവരെല്ലാം പിരിഞ്ഞിട്ട് ഒറ്റപ്പെടുന്ന നാള് ഖിയാമം നാള് തടിഹൊവയ്ക്കുടമയ നടന്നുള്ള മടവികൾ അടിമകൾ ഉടമകൾ നടുന്നിടുന്നേ കുട്ടിലത് പെരുകിയ കൊടും ക്രൂരരടങ്ങലും ഉടയോന്റെ തിരുമുമ്പിൽ അമർന്നിടുന്നേ അടിമേലെ മറിഞ്ഞിത് കിടന്നിടുന്നേ ഈ പാര് ഖുർആനിലുള്ളൊരു നേര് അത് നാളെ ഖിയാമം ഉടയോന്റെ അമരാലി സൂരിൽ ഇസ്രാഫീൽ ഊതിടും ദിനമല്ലോ ഖിയാമം നാള് ഉറ്റവരുടയവരെല്ലാം പിരിഞ്ഞിട്ട് ഒറ്റപ്പെടുന്ന നാള് ഖിയാമം നാള് ഉടയോന്റെ അമരാലി സൂരിൽ ഇസ്രാഫീൽ ഊതിടും ദിനമല്ലോ ഖിയാമം നാള് ഉറ്റവരുടയവരെല്ലാം പിരിഞ്ഞിട്ട് ഒറ്റപ്പെടുന്ന നാള് ഖിയാമം നാള് വിശാലെ ആ. ഇത് ജഡ്ജസ് ചോയ്സ് റൗണ്ട് ആയിരുന്നു അല്ലേ? ഓക്കെ, നല്ല ഒരു ഓളം ഉണ്ടായിരുന്നു കേൾക്കാൻ. നമുക്ക് ജഡ്ജ്മെന്റിലേക്ക് പോവാം. ഫൈസൽ മാഷെ, മോനെ ഈ പാട്ട് ആര് പാടി? കണ്ണൂർ സിനത്താ പാടിയാ കേട്ടത്? നിസാമോള് നിസാമോള് പാടിയതാണോ ഈ ട്രാക്കോ? ട്രാക്ക് ഇതല്ല. ഈ ട്രാക്ക് സിനത്ത പാടിയ ട്രാക്കാണ്. അതെങ്ങനെ മാറിപ്പോയി രണ്ടു? അത് ഫസ്റ്റ് വിട്ടെടുത്തത് കണ്ണൂർ സീനത്തിന്റെ ആയിരുന്നു. ഫസ്റ്റ് കിട്ടിയത് അതായിരുന്നു. പിന്നെ നമ്പർ കിട്ടിയത്. ഞാൻ പറഞ്ഞു ഈ ട്രാക്ക് കേട്ടപ്പോൾ ഞാനത് ചോദിച്ചതാ. അല്ല, അവൻ്റെ പാടുന്ന ശൈലിയും എനിക്ക് തോന്നുന്നു പാടുന്നത് സിനത്ത പാടുന്ന പോലെ പാടിയെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, ഞാനത് ട്രാക്ക് ഇതിൻ്റെ ഒറിജിനൽ ശരിക്കും ആദ്യമായിട്ട് പാടിയത് മൂവാറ്റുപുഴ നിസാമോളാണ്. അപ്പോൾ ആ ഒരു ഈ ഇതല്ല ഓർക്കസ്ട്ര അല്ല ഇതെന്ന് എനിക്കറിയാം. അതോ ഞാൻ അത് പറഞ്ഞത് അതുകൊണ്ടാണ്. നല്ലൊരു പാട്ടാണിത്. നിസാമോള് പണ്ട് വി എം കുട്ടി മാഷയുടെ വേദിയിൽ സ്ഥിരമായിട്ട് പാടുന്ന പാട്ടാണ്. പിന്നീട് അത് കേസറ്റാക്കിയാണ്. സീനത്ത പിന്നെ ഒരുപാട് ലൈവ് പാട്ടുകൾ ചെയ്ത കൂട്ടത്തിൽ ചെയ്തേ ഉള്ളൂ. ഇങ്ങനെ ഒരു പേടിപ്പെടുത്തുന്നൊരു പാട്ടാണ് ശരിക്കിത്. ഖിയാമത്ത് നാളിന് അവസാന നാളിനെ കുറിച്ച് പറയുന്നൊരു പാട്ടാണ്. അതിൻ്റെ ഒരു പെർഫെക്ഷൻ്റെ പ്രശ്നം മോനുണ്ട്. OM കരുവാരെ കൊണ്ട് എഴുതിയാണിത്, ചാന്തഭാഷ സംഗീതം ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ പൊട്ടി പാട്ടെല്ലാം അങ്ങനെ ഈ ലോകത്ത് ഈ ലോകം നശിക്കുന്ന സമയത്ത് പിന്നെ എന്താ പറയുക, ഭൂമി കീഴ്മേൽ മറിയും, പാറകൾ പൊട്ടിപ്പിളരും, ആ ഒരു ഫീലൊക്കെ വേണം ഈ പാട്ട് പാടുമ്പോൾ. ഒരു ഭീകരാന്തരീക്ഷം ഈ പാട്ടിൻ്റെ ഒരു ഓളത്തിൽ തന്നെയെങ്കിലും അതുകൂടി കൊണ്ടുവരാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഖിയാമത്ത് നാള് എന്ന് പറയുമ്പോൾ അത് വേറൊരു സ്റ്റൈലിലായി പോകരുത്. അത് ഈ പാട്ടിൻ്റെക്ക് നമ്മളങ്ങോട്ട് ഇറങ്ങണം, വരിയിലേക്ക് കൃത്യം നമ്മൾ ഇറങ്ങണം. അതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. മോനെ ഈ സ്റ്റൈലിലാണ് പാടുന്നത്. അതാ ഞാൻ ആ ഒരു മറ്റേ പാട്ടിൻ്റെ കേട്ടതും ഓർക്കസ്ട്ര ഈ സ്റ്റൈലും ആകുമ്പോൾ അത് രണ്ടും കൂടി ഒരു പ്രശ്നം വരും അല്ലേ? വരൂലേ? വരും. അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നി. ഞാനത് കുറേ കേട്ടതുകൊണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. ഏതായാലും ചില വാക്കുകൾക്ക് അത് നാളെ ഖിയാമം അവിടെയൊക്കെ ഒന്നൊരു ഒരു പെർഫെക്ഷൻ വരണം. അത് ഓർമ്മപ്പെടുത്തുകയാണ്. അത് നാളെ ഖിയാമമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതും മോനെ അങ്ങനെ പാടി അങ്ങ് പോയതാണ്. അവിടെയൊക്കെ അത്തരം കാര്യങ്ങളൊന്നുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു. വേറെ അക്ഷരത്തെറ്റോ മറ്റു വിഷയങ്ങളോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ തുറന്ന് പാടുന്നില്ല കുറച്ചുകൂടി ഇത് അല്ലേ അവർക്ക് ഒരു തുറന്ന് പാടുന്നില്ല. അതിങ്ങനെ പിടിക്കുന്നുണ്ട് എവിടെയോ. ഇങ്ങനെ ഞാൻ അതിൻ്റെ അങ്ങോട്ട് പോകേണ്ടതില്ല, ഞാനിങ്ങനെ ഒരു ബൗണ്ടറിയെ നിൽക്കുള്ളൂ എന്നൊരു വാശിയൊക്കെ പോലെ ശബ്ദം തുറന്ന് പാടുന്നില്ല. അതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. ആയിക്കോട്ടെ. താങ്ക് യു മാഷെ. രഹനത്ത, മിഷാലിൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുമ്പത്തെ അല്ലേ കുറച്ച് പാട്ടുകളിലൊക്കെ പാടിയപ്പോൾ പറഞ്ഞിരുന്നു. അത് ഞാൻ ഇനി ആവർത്തിക്കണില്ല. അത് ശരിക്കും കുറച്ച് മാറ്റണമായിരുന്നു കേട്ടോ മോനെ, അത് ശ്രദ്ധിക്കണമായിരുന്നു. പിന്നെ ഇപ്പോൾ മാഷ് പറഞ്ഞത് ഇതിലൊരുപാട് കാര്യങ്ങൾ വിഷയം അറിയാലോ മോന് മനസ്സിലായിട്ടുണ്ട്.
എനിക്ക് തോന്നുന്നു ഞാനിതൊക്കെ ഒരുപാട് സ്റ്റേജിലൊക്കെ എടുത്ത് പാടാൻ പറ്റുന്ന പാട്ടുമാണ് പാടി ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിലിപ്പോൾ പട്ടപ്പട്ട ഈട്ടി പെട്ടി കിട്ടു കിട്ടച്ച നഞ്ഞട്ടി അതൊക്കെ ഇല്ലേ, അതൊക്കെ ശരിക്കും അതാണ് മാഷ് പറഞ്ഞല്ലേ. ആ ട്യൂൺ ആ ഒരു ശ്രുതി ഒന്ന് ആ വരി ഒന്ന് പാടിയ മോൻ. പടപട ഇടിവെട്ടി കിടുകിട ജനം ഞെട്ടി അടിമുടി വിറ വിറ ചൊരുകിടുന്നേ. പട്ടപ്പട്ട ഇടിപെട്ടി കിട്ടിക്കിട്ട് കിട്ടുകിട്ട ജനം ഞെട്ടണം. അല്ല പട്ടപ്പട്ട ഇടിപെട്ടി പട്ടപ്പട്ട ഇവിടെ വായിച്ചപ്പോ തന്നെ അത് ശ്രദ്ധിച്ചില്ലേ നിശാല? ഇല്ലേ, എന്നെ അത് ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പൊ ഒന്നും കൂടി ഫോഴ്സ് കൊടുത്ത് ഇപ്പൊ പാടിയത്. ഇപ്പൊ നേരത്തെ പാടിപ്പോയതില് മോനിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നവർക്ക് മോനങ്ങ് പാടിപ്പോയി, അതേ ഉള്ളൂ. കാരണം മാഷ് നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഒരുപാടുണ്ട് വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നമ്മുടെ ആ ഒരു ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള കാര്യങ്ങളില്ലേ, അപ്പോൾ അത് വ്യക്തമാക്കി തരുന്നുണ്ട്. അത് ഈ ഒരു ട്യൂണിൽ അത് ശരിക്കും പാടാൻ പറ്റുമായിരുന്നു, മോനും പാടാൻ പറ്റുമായിരുന്നു കേട്ടോ. ഇപ്പം തന്നെ എന്താ പറയുക അല്ലേ, ഒരു വരി ഇങ്ങനെ പാടണം എന്ന് പറഞ്ഞപ്പോഴേക്കും അതിൻ്റെ കുറച്ച് വ്യത്യാസം വന്നു. അപ്പോൾ തുടക്കത്തിൽ രേനത്ത നല്ലൊരു മോൻ്റെ വോയിസിലൊരു ഉള്ളത് പറഞ്ഞിരുന്നു. മോനത് ചെക്ക് ചെയ്താലും മനസ്സിലാവും. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടില്ലേ? അത് ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമായിരുന്നു. കാരണം നമ്മളത് വോയിസിലും അത് കാരണം ഇനി അങ്ങോട്ട് നമുക്കൊരു നല്ലൊരു ടോൺ കിട്ടുമല്ലോ, അതൊക്കെ വെച്ചിട്ടായിരുന്നു രേനത്ത അന്ന് അത് പറഞ്ഞത്. അപ്പം എന്തായാലും ഇതിങ്ങനെ പാടിപ്പോയി, പക്ഷെ കുറച്ചും കൂടി എടുത്തൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഫലിപ്പിക്കാൻ അല്ലേ പറ്റിയ ഒരു പാട്ടായിരുന്നു. താങ്ക് യു എത്ത. അൻവർക്ക? മിശാലെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ട? സിമ്പിളായിട്ട് പാടാൻ, ലളിതമായിട്ട് പാടേണ്ട ഒരു സിംപ്ലിസിറ്റി പല സ്ഥലത്തും നഷ്ടപ്പെട്ടു പോകുന്നു. അധികം സംഗതികൾ കയറി വരുന്നു. ശ്രുതി ഉടയോന്റെ അമറാലെ അങ്ങനെ പാടേണ്ട സ്ഥലത്ത് മോൻ പാടുന്ന പറയുമ്പോ ജോസ് തുറക്കുന്നില്ല, ഇങ്ങനെ വെച്ചാ പാടണേ അല്ലേ? നമ്മൾ തുറന്ന് പാടണം. ഉടയോന്റെ ആ ട്യൂണ് പാടുമോനെ, എനിക്ക് ആ ട്യൂണ് കിട്ടില്ല. ഉടയോന്റെ അമരാലെ ഉടയോന്റെ അമറാലെ, അങ്ങനെ വേണ്ട. ഉടയോന്റെ അമറാലെ, സിമ്പിൾ. ഉടയോന്റെ അമറാലെ സൂറിൽ ഇസ്രാഫീൽ. പാട്. അത്രയും സംഗതി വേണ്ട. സൂറിൽ അത്രയും മതി. കൂടുതൽ തന്നെ വരുന്നു. സൂറിൽ ഇസ്രാഫീൽ. അടാ പറ്റും, കഴിയും. ഈ എന്തിന് ഊതിടും ദിനമല്ലോ ഖിയാമം നാള്, ഊതിടും ദിനമല്ലോ. ഊതിടും ദിനമല്ലോ, ഊതിടും ദിനമല്ലോ ഊതിടും ദിനമല്ലോ. അതിലേക്ക് വരുന്നു, ആ ഒരു സിംപ്ലിസിറ്റിയിലേക്ക് നീ വരുന്നുണ്ട്. ഒന്ന് എപ്പോഴും സമയം കിട്ടുമ്പോൾ ഗ്രൂമിങ് എൻ്റെ അടുത്ത് വാ, ശരിയാക്കി തരാം. അങ്ങനെ മാറ്റിയെടുക്കണം. ഇനിയിപ്പം ജോസ് നല്ല തുറന്ന് പാടുന്നു എന്ന് പറഞ്ഞ് പാടാതെ സൂറിൽ ഇസ്രാഫീൽ ഊതിടും ദിനമല്ലോ ഖിയാമം നാള്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തിങ്സുകൾ കൊടുക്കാം. കേൾക്കുന്നവർക്ക് ആസ്വാദ്യകരമായിരുന്നാൽ മതി. തിങ്സ് നമ്മൾ കൂടുതൽ ഇടുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. പക്ഷെ അത് കേൾക്കുന്നവർക്ക് അത് ആസ്വാദ്യകരമാണോ എന്ന് ചിന്തിച്ച് ആ തിങ്സ് അവിടെ പ്ലേസ് ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പം അങ്ങനെ സിംഗിങ്ങിൻ്റെ ഒരു ശൈലിയിൽ പല ഈ പറഞ്ഞ പോലെ ഫൈസൽ മാഷ് പറഞ്ഞ കേട്ടില്ലേ, ഈ വരികൾക്ക് ഒരുപാട് അർത്ഥമുണ്ട്. വരികൾ വെറുതെ എഴുതി വെച്ചേക്കുന്നതല്ല, ആ അർത്ഥം കൂടെ. പട്ടപ്പട്ട ഇടിപെട്ടി കിടുകിട ജനം ഞെട്ടി അടിമുട്ടി വിറ ചൊരുകിടുന്നേ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കടം ഒറിജിനൽ സിംഗറിനെ വിട്ടേക്കുക, ഇത് പാടിയ നമുക്ക് നമ്മുടേതായിട്ടൊരു കളർ കൊടുക്കാം. ഈ വരികളുടെ അർത്ഥം വെച്ച് ഒരു സംഭവം ചെയ്യാൻ പറ്റും. പട്ടപ്പട്ട ഇടിപെട്ടി കിടുകിട ജനം ഞെട്ടി അടിമുട്ടി വിറ ചൊരുകിടുന്നേ. അടുത്ത കടലുകൾ കൊടുമുടി ഉയരത്തിൽ അലപൊന്തി ജബലുകൾ പൊടി തകർന്നിടുന്നേ. ഒരു ഭംഗിയല്ലേ ഇങ്ങനെ പാടുമ്പോൾ? അതിൻ്റെ വരികളും കൂടെ ഇങ്ങനെ പട ഇടിവെട്ടണതും ഒക്കെ നമ്മളെ മനസ്സിൽ കണ്ട് പാടുമ്പം നമ്മൾ അറിയാണ്ട് തന്നെ ഒരു ആ വരികളുടെ അർത്ഥത്തിനനുസരിച്ച് ചില ഫീലുകൾ നമുക്ക് പാട്ടിൽ വരും. മനസ്സിലായോ?
ശ്രദ്ധിക്കണം കേട്ടോ. മോൻ്റെ ഒരു ശൈലിയിൽ മോൻ പെർഫെക്റ്റായിട്ട് പാടി. പക്ഷേ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്, ശ്രദ്ധിക്കണം. ഗ്രൂമിങ് ഒരുപാട് വേണ്ടി വരും. ഓക്കെ മിസാലെ. താങ്ക് യു അൻവർക്ക. അപ്പോൾ ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഫൈസൽ മാഷെ, ഔട്ട് ഓഫ് 35? 33. 33 ഔട്ട് ഓഫ് 35. റഹനത്ത? 33. 33 ഔട്ട് ഓഫ് 35. അൻവർക്ക, ഔട്ട് ഓഫ് 30? 27.5. 27.5 ഔട്ട് ഓഫ് 30. സോ ഔട്ട് ഓഫ് 100 93.5 ആണ്. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. നമുക്ക് ശരിയാണ്, അതിലും കൂടുതൽ ഇനി പെർഫോം ചെയ്യണം അല്ലേ? മുൻപുള്ള പാട്ടിനേക്കാൾ മാർക്ക് കൂടിയോ? കൂടി. അത് മതി, നമ്മൾ മുമ്പോട്ടാണ് എന്നൊരു സാധനം മതി. അപ്പോൾ ഇനി ഏത് റൗണ്ടാണ് ബാക്കി? കോമഡി റൗണ്ട്. കോമഡി റൗണ്ട്. തകർത്ത് വാരി പെർഫോം ചെയ്യാൻ പറ്റിയ റൗണ്ടാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വരണം. ഓക്കെ, സീ യു. താങ്ക് യു. സോ ഇന്നത്തെ നമ്മുടെ 3 പെർഫോമൻസസും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കുട്ടികളുടെ കോമ്പറ്റീഷൻ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു സ്റ്റേജ് ഓഫ് എലിമിനേഷൻ അവർ ഫേസ് ചെയ്യാനുണ്ട്. അപ്പം ഓരോരുത്തരും അതിൻ്റെ ഒരു സീരിയസ്നെസ്സിലേക്ക് പലരും കൂടുതൽ ബെറ്റർ ആക്കിയിട്ടാണ് ഓരോ പാട്ടിലും പെർഫോം ചെയ്യുന്നത്. അപ്പം എന്താകും എന്നുള്ള ആകാംക്ഷയിലാണ് നമ്മളെല്ലാവരും, ജഡ്ജസും നമ്മൾ ഈ ടീം മുഴുവനും. ആരൊക്കെയാണ് നമ്മുടെ പുത്തൻ കുട്ടിക്കുപ്പായത്തിൽ തകർക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങളും ഇനി കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യണം. അടുത്ത എപ്പിസോഡ്സിൽ മനോഹരമായ പെർഫോമൻസസുമായി തിരിച്ചു വരുന്നത് വരെ, this is me, Adira, signing off from Nasco Siemens പുത്തൻ കുട്ടിക്കുപ്പായം, powered by Aadhar Gold and Diamonds, presented by Kiwi Ice Creams. See you. ഇശലുകൾ പെയ്തിറങ്ങണ്, മനസ്സുകളിൽ കുളിർ തിന്നലു തഴുകണ്, കുപ്പി വളക്കൈയൊപ്പന മുട്ടണ്, കൊലുസുകളെ